അങ്ങനെ 1-2 ദിവസമായിട്ട് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതും ചർച്ച ചെയ്യുന്നതുമായിട്ടുള്ളൊരു വിഷയത്തിന് അവസാനമായിരിക്കുകയാണ്. ഭംഗിയായിട്ട് തന്നെയാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഭംഗി എന്ന് ഇൻ ദ സെൻസ് ഇപ്പം നമുക്കറിയാം അനുമോളാണെങ്കിലും മനീഷാണെങ്കിലും 1-2 ദിവസമായിട്ട് പരസ്പരം സംസാരിക്കാതെ ഒരു വീർപ്പുമുട്ടലും ബാക്കിയുള്ള ആൾക്കാരുടെ കളിയാക്കലുകളും അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുകയാണ്. അനുമോൾക്കാണെങ്കിൽ ഇതെങ്ങനെയെങ്കിലും അനീഷേട്ടന് കുഴപ്പമൊന്നുമില്ല, ഞാൻ നെഗറ്റീവ് രീതിയിൽ പറഞ്ഞതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഗെയിമിനെ ബാധിക്കുന്നില്ല എന്നുള്ളൊരു ഉറപ്പ് കിട്ടണം. അത് അനീഷിൻ്റെ മുഖത്ത് നിന്ന് തന്നെ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അനുമോൾ പല രീതിയിലും അത് നോക്കുന്നുണ്ട്. ഇപ്പോൾ ആദിലയുടെ അടുത്തും നൂറുടെ അടുത്തും സംസാരിക്കാൻ പറയുന്നുണ്ട്. പിന്നെ നെവിനെ വിടുന്നുണ്ട്. ഇന്നലെ അർദ്ധരാത്രി നെവിൻ്റെ രസകരമായ രീതിയിലാണ് നെവിൻ അവതരിപ്പിച്ചത്. അത് അനീഷിന് മനസ്സിലായിട്ടുണ്ടാവണം. അത് കുഴപ്പമില്ല, തമാശ രീതിയിലാണ് നെവിൻ അവതരിപ്പിച്ചതും അതിൻ്റെ മറുപടികൾ തിരിച്ച് പറയുന്നതും നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു ഇന്നലെ. അവസാനം അനുമോളെ ഇവർ പിന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനുമോൾ എണീറ്റ് പോകുന്നുണ്ട്. അനീഷ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോയി അനുമോളെ നിർബന്ധമായിട്ട് വിളിച്ച് കിടന്നുറങ്ങാൻ പറയുന്നുണ്ട്. അനുമോളത് അനുസരിക്കുന്നുണ്ട്. പിന്നെ രാവിലെ ഇവർ രണ്ടുപേരും വർത്തമാനം പറയുകയാണ്. അനീഷ് അനുമോളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അനീഷ് ഓപ്പണായിട്ട് തന്നെ സംസാരിക്കുകയാണ്. എനിക്ക് അനുമോളോട് ഇഷ്ടം ഉണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞു. അനുമോൾക്ക് അതിന് താല്പര്യമില്ല എന്ന് അറിഞ്ഞതിൽ എനിക്ക് അന്നത്തെ ദിവസം ഇത്തിരി വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ഓക്കെയാണ്, ഫ്രീ ആണ്, എനിക്കിപ്പോൾ ചിരിക്കാനൊക്കെ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ചേട്ടൻ അങ്ങനെ പറയാൻ തോന്നിയതെന്ന് ചോദിച്ചപ്പോൾ, നമ്മൾ ഇത്രയും ദിവസമായിട്ട് നിന്നു, എനിക്ക് തോന്നി അനുമോൾക്ക് എന്നോട് അങ്ങനെ ഒരു ആഗ്രഹം, ഒരു താല്പര്യമുണ്ട് എന്ന് എനിക്ക് തോന്നി, എന്നോടൊരു ഇഷ്ടമുണ്ടെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനത് തുറന്ന് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഇല്ല ചേട്ടൻ, ഞാൻ ഇഷ്ടമൊക്കെയാണ്, പക്ഷേ എനിക്ക് ചേട്ടനെ ഒരു ബ്രദറിനെ പോലെയാണ് ഞാൻ ചേട്ടനെ കാണുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണോ ചേട്ടൻ ഇങ്ങനെ തോന്നിയതെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഇവർ ഈ എന്താ പറയുക, കളം വരയ്ക്കലും പാല് കൊണ്ടേ കൊടുക്കലും അങ്ങനെ ഒരു ആക്ട് പോലെ അനുമോൾ ചെയ്തിരുന്നുണ്ട്. അനീഷ് അതിന് ഉത്തരവൊന്നും പറയുന്നില്ല. അപ്പോൾ അനീഷ് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി പറയുന്നു എന്ന് 3-4 പ്രാവശ്യം പറയുന്നുണ്ട്. ഇനി ഇതിനെപ്പറ്റി ഓർത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഇവിടെ അവസാനിച്ചു, അതാണ് ഞാൻ ഇതിനെപ്പറ്റി ഇനി പറയേണ്ട, അതിന് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഞാനിപ്പോൾ ഫ്രീ ആണ്, വളരെ ഫ്രീ ആണ്, എനിക്ക് ഒരു പ്രശ്നമില്ല. ഇപ്പോൾ അനുമോളോട് ഞാൻ പറഞ്ഞു, അത് അനുമോൾ തിരിച്ച് താല്പര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, ഇനി അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട എന്നുള്ള രീതിയിൽ അനീഷ് വളരെ മാന്യമായ രീതിയിൽ തന്നെ അത് പറഞ്ഞ് ക്ലോസ് ചെയ്യാണ്. കാരണം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇതിനെപ്പറ്റി ഓർത്ത് വിഷമിച്ച് നടക്കേണ്ട ആവശ്യം, ഒന്നാമതൊരു ഗെയിം ഷോയും കൂടിയാണ്, അപ്പോൾ ഗെയിമിനെയും ബാധിക്കരുത്. അപ്പോൾ അനീഷ് അത് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ചിലപ്പോൾ രണ്ടുപേരുടെയും ഗെയിമിനെ ബാധിക്കും, അനീഷിൻ്റെ ഗെയിമിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം അനുമോൾക്ക് താല്പര്യമില്ല എന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിലും പറയുന്നു, ബാക്കി പല ആൾക്കാരോടും ഇത് പറഞ്ഞു വിടുന്നു. അപ്പോൾ ഞാൻ ഇത് കടിച്ചു തൂങ്ങി നടക്കുകയാണോ എന്ന് അനുമോൾക്കൊരു തോന്നലുണ്ടാവും. പുറത്ത് പ്രേക്ഷകർക്കും അങ്ങനെ ഒരു തോന്നലുണ്ടാവും, എന്തിനാണ് ഒരാൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുഖം വീർപ്പിച്ച് മിണ്ടാതെ നടക്കുന്നത് എന്നൊക്കെയുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാവണം അനീഷ് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതെന്തായാലും നല്ല കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നെവിനും ആദിലയും ഒന്ന് ഒളിഞ്ഞെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അക്ബറൊക്കെ പറയുന്നുണ്ട് അവരെ വെറുതെ വിട്ടുകൂടെ, ഇതെങ്കിലും അവർ പ്രൈവറ്റായിട്ട് സംസാരിക്കട്ടെ എന്ന്. ഇപ്പം എന്തായാലും രണ്ടുപേരുടെയും മനസ്സ് ഒന്ന് ശാന്തമായിട്ടുണ്ട്. ഇനിയിപ്പോൾ പുറത്തുനിന്നുള്ള കണ്ടസ്റ്റൻസ്, ഔട്ടായിപ്പോയ കണ്ടസ്റ്റൻസ് തിരിച്ചു വരുമ്പോൾ ഇതെങ്ങനെയാണ് സംസാരിക്കാൻ പോകുന്നത്, പുറത്തെങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുമോ ഇല്ലയോ നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രിപ്ഷൻ തരിക.